ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ ഓഫ് എ കോൺ ബൈ എൻ ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ പാരലൽ ടു എൻ ജനറേറ്റർ ഓഫ് ദ കോൺ. പ്രോബ്ലം നമ്പർ 6 ഇതാണ്. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ആക്സിസ് ലെങ്ത് 65 mm is resting on HP on its base. It is cut by a section plane which is perpendicular to VP and parallel to the rightmost generator in the front view, and section plane is 10 mm away from this generator. Draw the front view, sectional top view and true shape of the section. ഈ പ്രോബ്ലത്തിൽ എച്ച് പിയിൽ ബേസിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു കോണാണ് തന്നിരിക്കുന്നത്. ഈ കോണിനെ ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നു. ബട്ട് ആ പ്ലെയിൻ്റെ പ്രത്യേകത, ആ പ്ലെയിൻ ജനറേറ്ററിന് പാരലാണ്. അതും റൈറ്റ് സൈഡ് എൻഡിലുള്ള ഈ ജനറേറ്ററിന് പാരലായിട്ട് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻക്ലിനേഷൻ വിത്ത് വി പി തന്നിട്ടില്ല. റൈറ്റ് എൻഡിലെ ജനറേറ്ററിന് പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കിട്ടും, ടോപ്പ് വ്യൂ ഇതാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ട്രൂ ഷേപ്പ്, പരാബോളയായിരിക്കും ഷേപ്പ് കിട്ടുക. ഈ ട്രങ്കേറ്റഡ് കോണിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ് വരയ്ക്കുകയാണ് ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യേണ്ടത്. ഡ്രോയിങ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ സോളിഡ്. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന കോണാണ്. കോണിൻ്റെ ടോപ്പ് വ്യൂ എക്സ് ലൈന് താഴെയായിട്ട് സർക്കിൾ വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആണ്. കോണിൻ്റെ ഹൈറ്റ് 65 mm ആണ്. 25 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഇവിടെ സോളിഡ് കോൺ ആയതുകൊണ്ട് കോണിന് ഫേസ് എഡ്ജസോ ബേസ് എഡ്ജസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 8 or 12 ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു. 8 ജനറേറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 ബേസ് പോയിന്റ്സും വേർട്ടെക്സും ഈ 8 ജനറേറ്റേഴ്സും ടോപ്പ് വ്യൂവിൽ വരയ്ക്കുക. 45 ഡിഗ്രി തിൻ ലൈൻ യൂസ് ചെയ്ത് ഓർത്തോഗ്രാഫിക് പൊസിഷൻ വരയ്ക്കുക. 8 ബേസ് പോയിന്റ്സ് ആൻഡ് അപ്പെക്സ് നെയിം ചെയ്യുക. ടോപ്പ് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. ബേസ് എച്ച് പിയിലായതിനാൽ ബേസ് പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിൽ കിട്ടും. പ്രൊജക്റ്റ് ചെയ്യുക. $65 എബോ ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുക. ആക്സിസ് ലൈൻ ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യുക. ആക്സിസ് ലൈൻ വരയ്ക്കുക, കാരണം അതിനാണ് പ്രയോറിറ്റി വരുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ലൊക്കേറ്റിംഗ് സെക്ഷൻ പ്ലെയിൻ ആൻഡ് സെക്ഷൻ ലൈൻ. ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന പ്ലെയിൻ വി പിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. ബട്ട് എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തന്നിട്ടില്ല. പകരം സെക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു റൈറ്റ് മോസ്റ്റ് ജനറേറ്റർ എന്ന് തന്നു. അതിൻ്റെ മീനിങ് ഇതാണ് റൈറ്റ് മോസ്റ്റ് ജനറേറ്റർ. ഇതിന് പാരലായിട്ടുള്ള പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ സെക്ഷൻ ലൈൻ ഫ്രണ്ട് വ്യൂവിലാണ് കട്ടിംഗ് ലൈനായിട്ട് കാണുക. അത് എക്സ് വൈ ലൈന് ഇൻക്ലൈൻഡ് ആയിരിക്കും. ബട്ട് ഇൻക്ലിനേഷൻ തന്നിട്ടില്ല. പകരം എന്ത് തന്നു? കോണിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ കാണുന്ന ഈ ജനറേറ്ററിന് പാരലാണ്. ഇനി അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം അതിൽ ഏതാണ് ലൈൻ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. അവിടെ തന്നിരിക്കുന്നു 10 mm എവേ ഫ്രം റൈറ്റ് മോസ്റ്റ് ജനറേറ്റർ. ജനറേറ്ററിന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 10 mm ആയിരിക്കും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 mm ആയിരിക്കും. നമുക്കിവിടെ റഫായിട്ട് വരയ്ക്കാം. ഇതാണ് കോണിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതാണ് റൈറ്റ് മോസ്റ്റ് ജനറേറ്റർ. അതിന് പാരലായിട്ടാണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് 10 mm ആണ്. അപ്പോൾ ഈ ജനറേറ്ററിന് പാരലായിട്ട് 10 mm പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ പോയിന്റിലൂടെ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യൻസിൽ റൈറ്റ് ജനറേറ്റർ എന്ന് സ്പെസിഫൈ ചെയ്യാറില്ല. പകരം സെക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റർ.
ദാറ്റ് മീൻസ് നമുക്ക് റൈറ്റ് സൈഡ് എടുക്കാം, ലെഫ്റ്റ് സൈഡ് എടുക്കാം. ഈ ഡിസ്റ്റൻസ് 10 എടുത്തിട്ട് ഈ ജനറേറ്ററിന് പാരലായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ സെക്ഷൻ ലൈൻ വരയ്ക്കണം. ഇവിടെ റൈറ്റ് എൻഡ് ജനറേറ്ററിന് പാരലൽ ആയിട്ട് 10 mm പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫ്രണ്ട് വ്യൂവിൽ സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ബേസ് സർക്കിളിനെ കട്ട് ചെയ്തിരിക്കുന്നു. ദർഫോർ 2 പോയിന്റ്സ് ഉണ്ടാകും. 1 പോയിന്റ് വിസിബിൾ നെയിം ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് ഇൻവിസിബിൾ പിന്നീട് നെയിം ചെയ്യാം. ഇവിടെ നോക്കുക, ബേസിനെ ഈ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ സർക്കിളിന്റെ ബേസിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഈ ഫസ്റ്റ് പോയിന്റ്. പിന്നീട് നെയിം ചെയ്യാൻ വെച്ചിരിക്കുന്ന പോയിന്റ് ഇതാണ്. നെക്സ്റ്റ്, ഈ സെക്ഷൻ ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ആക്സിസ് മാത്രമല്ല, ആക്സിസ് ലൈനിന്റെ കൂടെ C ഡാഷ് O ഡാഷ് ആൻഡ് G ഡാഷ് O ഡാഷ് ജനറേറ്റേഴ്സ് ഉണ്ട്. ഈ ലൈനും ഈ ലൈനും. അപ്പോൾ അവിടെ 2 പോയിന്റ്സ് ഉണ്ടാവും. ഇതാണ് പോയിന്റ് 2 ഡാഷ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് ഹിഡൻ പോയിന്റ് ആണ്, അത് പിന്നീട് നെയിം ചെയ്യാം. നെക്സ്റ്റ്, ഈ ലൈനിലൂടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തതായി കട്ട് ചെയ്യുന്നത് ഈ ലൈനിനെയാണ്. O ഡാഷ് B ഡാഷ് ആൻഡ് O ഡാഷ് H ഡാഷ് ജനറേറ്റർ. 2 ലൈൻ, ദർഫോർ 2 പോയിന്റ്സ്. ഒരു പോയിന്റ് ഇത്, അടുത്ത പോയിന്റ് ഇത്. പോയിന്റ് 3 ഡാഷ് ആൻഡ് ഹിഡൻ പോയിന്റ് പിന്നീട് നെയിം ചെയ്യാം. നെക്സ്റ്റ് കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്. A ഡാഷ് O ഡാഷ് ജനറേറ്ററിനെയാണ്. ഈ ജനറേറ്ററിനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാകും, അത് 4 ഡാഷ്. നേരത്തെ നെയിം ചെയ്യാതെ വെച്ചിരുന്ന ഹിഡൻ പോയിന്റ്സിലേക്ക് വരാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കാണ് വിസിബിൾ പോയിന്റ്സിനെ നെയിം ചെയ്തത്. ഇൻവിസിബിളിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് നെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ്സ് കിട്ടും. ഇങ്ങനെ നെയിം ചെയ്യണം നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. 4 ഡാഷ്, 5 ഡാഷ്, 6 ഡാഷ് ആൻഡ് 7 ഡാഷ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്ഷണൽ ടോപ്പ് വ്യൂ കാണുക. ഇതായിരിക്കും ആ സെക്ഷണൽ ടോപ്പ് വ്യൂയുടെ ഷേപ്പ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ദെൻ എ കർവ്. അതിന് കട്ടിംഗ് പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂസിനൊക്കെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. 1 ഡാഷ് ആൻഡ് 7 ഡാഷ് ആണ് ഈ ലൈനിൽ കിടക്കുന്നത്. 1 ഇവിടെയാണ്, 7 ഇവിടെയാണ്. 1 CD-യിലാണ്, 7 GF-ലാണ്. 1 ഡാഷ് C ഡാഷ് D ഡാഷിലെ പോയിന്റ് ആണ്. ഇത് C, ഇവിടെ D വരും. ഇത് C, ഇവിടെ D വരും. ഇവിടെയാണ് 1 വരുന്നത്. 1 ഡാഷിന്റെ ടോപ്പ് വ്യൂ 1 പ്രൊജക്റ്റ് ചെയ്യുക. ഇതാണ് 1 ബേസ് സർക്കിളിലെ പോയിന്റ്. G ഡാഷ് F ഡാഷിലെ പോയിന്റ് 7 ഡാഷ്. അപ്പം അതിന്റെ ടോപ്പ് വ്യൂ GF-ലായിരിക്കും 7. നെക്സ്റ്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് 2 ഡാഷ് ആൻഡ് 6 ഡാഷ്. 2 ഡാഷ് C ഡാഷ് O ഡാഷിലാണ്, 2 CO-യിലായിരിക്കണം. 6 ഡാഷ് G ഡാഷ് O ഡാഷിലാണ്, 6 GO-ലായിരിക്കണം. ബട്ട് ഇതൊക്കെ ഒരു സെയിം ലൈനിലാണ് വരുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് പ്രോബ്ലം നമ്പർ 4-ൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കൺസെപ്റ്റ് പറയുന്നില്ല, വരയ്ക്കുന്ന മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ E ഡാഷ് O ഡാഷിലേക്ക് വരയ്ക്കുക. ഈ പോയിന്റ് ആണ് 21 ഡാഷ് ആൻഡ് 61 ഡാഷ്. 21 ഡാഷിൻ്റെയും 61 ഡാഷിൻ്റെയും ടോപ്പ് വ്യൂ OE-ൽ കിട്ടും. ഇതാണ് 21 61. 2ഉം 6ഉം കിട്ടാൻ വേണ്ടിയിട്ട് O സെൻറ്റർ 21 ഓർ 61 റേഡിയസ് OC-യിലേക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ 2ഉം OG-യിലേക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ 6ഉം കിട്ടും. B ഡാഷ് O ഡാഷിലെ പോയിന്റ് ആണ് 3 ഡാഷ്. ദർഫോർ അതിൻ്റെ ടോപ്പ് വ്യൂ BO-ൽ കിട്ടും 3. H ഡാഷ് O ഡാഷിലെ പോയിന്റ് ആണ് 5 ഡാഷ്. അപ്പം അതിൻ്റെ ടോപ്പ് വ്യൂ HO-ൽ 5 കിട്ടും. A ഡാഷ് O ഡാഷിലെ പോയിന്റ് ആണ് 4 ഡാഷ്. അതിൻ്റെ ടോപ്പ് വ്യൂ AO-ൽ കിട്ടും ദിസ് പോയിന്റ്. 1 2 3 4 5 6 7 സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. 1 7 സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. കാരണം ബേസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും, അതായത് 1ഉം 7ഉം HP-യിലാണ്. അപ്പോൾ HP-യിലെ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്.
കിട്ടുക. ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക. നെക്സ്റ്റ് ട്രൂ ഷേപ്പ് ഫൈൻഡ് ചെയ്യുക. പരാബോള ആയിരിക്കും ഇതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടുക. ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പ്രീവിയസ് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് കാണുക. ഇവിടെ ഞാൻ ആ വരയ്ക്കുന്ന മെത്തേഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. സെക്ഷൻ ലൈന് പാരലായിട്ട് ന്യൂ റെഫറൻസ് ലൈൻ x1 y1 വരയ്ക്കുക. ഓരോ ഫ്രണ്ട് വ്യൂ സെക്ഷൻ പോയിന്റ്സിൽ നിന്നും പുതിയ റെഫറൻസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 4' നിന്ന് പോയ ലൈനിലേക്ക് XY ലൈനിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 4 സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. 3 5 2 6 1 7 1 2 3 4 5 6 7 സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. സെക്ഷൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ഡ്രോയിങ്സും തിൻ ലൈൻ യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ റെഡ് കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിൻ ലൈനാണ്. ഇനി റീറ്റെയിൻ ചെയ്ത പോർഷൻസ് മാത്രം തിക്ക് ലൈൻ യൂസ് ചെയ്ത് ഓർ കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. അപ്പം അതിന് ഫ്രണ്ട് വ്യൂവിൽ ഇത്രയും പോർഷൻസ് ആയിരിക്കും വിസിബിൾ. ഇതാണ് റീറ്റെയിൻ ചെയ്ത പോർഷൻ. ഞാനിവിടെ ബ്ലൂ ലൈൻ യൂസ് ചെയ്തിട്ടാണ് തിക്ക് ലൈൻ വരയ്ക്കുന്നത്. ജനറേറ്റേഴ്സ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ടോപ്പ് വ്യൂവിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന പോർഷൻ ഇതാണ്. ഈ പോർഷൻ വിസിബിൾ ആയിരിക്കും. ഈ പോർഷൻ റിമൂവ് ചെയ്തു. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കരുത്, കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കും. സെക്ഷൻ ചെയ്ത സർഫസ് തിക്ക് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ട്രൂ ഷേപ്പ് തിക്കായിരിക്കണം. ജനറേറ്ററിന് പാരലായിട്ട് സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് ഒരു കോണിനെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ സെക്ഷൻ, കോണിക് സെക്ഷൻ ഈസ് എ പരാബോള. ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്യുക. ഡയമീറ്റർ 50, ഹൈറ്റ് 65. പെൻസിൽ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സോളിഡിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇവിടെ കോൺ ആണ് സോളിഡ്, HP റെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ടോപ്പ് വ്യൂ സർക്കിൾ, ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ, 8 ജനറേറ്റേഴ്സ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ കോൺ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ബേസ് പോയിന്റ്സ് നെയിം ചെയ്യുക. ബേസ് HP ആയതിനാൽ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ബേസ് XY ലൈനിലായിരിക്കും. A', B', A', B', H', C', G', D', F' ആൻഡ് E' ഇതായിരിക്കും ബേസ് പോയിന്റ്സ്. 65 mm എബോ ആയിട്ട് O' ലൊക്കേറ്റ് ചെയ്യുക. ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. ഇവിടെ സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു റൈറ്റ് മോസ്റ്റ് ജനറേറ്റർ. ഫ്രണ്ട് വ്യൂവിൽ റൈറ്റ് സൈഡിലെ ജനറേറ്ററിന് പാരലായിട്ട് സെക്ഷൻ ലൈൻ കിട്ടും. റൈറ്റ് സൈഡിലെ ഈ ജനറേറ്ററിന് പാരലായിട്ട് 10 mm സെക്ഷൻ ലൈൻ ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ കട്ടിംഗ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഇവിടെ G', F' ആൻഡ് C', D' ഉണ്ട്. രണ്ട് ബേസിലെ പോയിന്റ്സ് ആണ്. ബേസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇത് ഹിഡൻ പോയിന്റ്. 1' അടുത്ത പോയിന്റ് പിന്നീട് നെയിം ചെയ്യാം. ഈ ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ അടുത്തതായി കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. 2' ഇവിടെ C', O' ആൻഡ് G', O'. ദർഫോർ 2 ലൈൻ, 1 പോയിന്റ് വിസിബിൾ, അടുത്ത പോയിന്റ് ഇൻവിസിബിൾ. ഈ ഡയറക്ഷനിലൂടെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ അടുത്ത പോയിന്റ് ജനറേറ്റർ B', O' ആൻഡ് H', O' കട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ് 3' ആൻഡ് അടുത്ത പോയിന്റ് പിന്നീട് നെയിം ചെയ്യാം. ഫൈനലി ഇവിടെ അവസാനിക്കുന്നു. O', A', ഒരു ലൈൻ, ഒരു പോയിന്റ്
4 ഡാഷ്. ഇനി നേരത്തെ നെയിം ചെയ്യാതിരുന്ന പോയിന്റ്സ് ആ ഓർഡറിൽ വരിക. 5 ഡാഷ്, 6 ഡാഷ്, 7 ഡാഷ്. ഈ സെക്ഷനിൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. 1 ഡാഷ് ഓൺ സി ഡാഷ് ഡി ഡാഷ്, ദർഫോർ 1 ഈസ് അറ്റ് സി ഡി. ശ്രദ്ധിക്കുക, പലരും ഇവിടെ പ്രൊജക്റ്റ് ചെയ്യും. ഇത് തെറ്റാണ്. ഇത് ഒ ഡി ആണ്. 1 ഡാഷ് ഒ ഡാഷ് ഡി ഡാഷിലെ പോയിന്റ് അല്ല, സി ഡാഷ് ഡി ഡാഷിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് അത് ബേസ് സർക്കിളിലെ കട്ട് ചെയ്ത പോയിന്റ് ആണ്. ഇതാണ് ബേസ്. അതുകൊണ്ട് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതായിരിക്കും 1. ഈ ബേസ് സർക്കിളിലെ ഈ പോയിന്റ് ആണ്, അതായത് ജി എഫിലെ പോയിന്റ് 7. 2 ഡാഷ് ആൻഡ് 6 ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, സെയിം ലൈനിലാണ്. ഹൊറിസോണ്ടൽ ലൈൻ എൻഡ് ജനറേറ്ററിലേക്ക് വരയ്ക്കുക. ഒ ഡാഷ് ഇ ഡാഷിലേക്ക് 2 1 ഡാഷ് 6 1 ഡാഷ് ആണ് ആ പോയിന്റ്സ് കിട്ടുന്നത്. ഒ ഡാഷ് ഇ ഡാഷിന്റെ ടോപ്പ് വ്യൂ ആയ ഒ ഇയിലേക്ക് ഈ 2 പോയിന്റും പ്രൊജക്റ്റ് ചെയ്യുക. ഇതാണ് ആ പോയിന്റ് 2 1 6 1. ഒ 2 1 ഓർ 6 1 റേഡിയസിൽ ഒ സിയിലേക്കും ഒ ജിയിലേക്കും ആർക്ക് വരയ്ക്കുക. ഈ പോയിന്റ് 2, ഈ പോയിന്റ് 6. 3 ഡാഷ് ഒ ഡാഷ് ബി ഡാഷിൽ, ദർഫോർ 3 ഒ ബിയിൽ, ഒ എച്ചിൽ 5. ലാസ്റ്റ് പോയിന്റ് 4 ഡാഷ് ഓൺ ഒ ഡാഷ് എ ഡാഷ്, ദർഫോർ 4 ഓൺ ഒ എ. 1 2 3 4 5 6 7 സ്മൂത്ത് കർവ് യൂസ് ചെയ്തിട്ടും 1 7 സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ സെക്ഷൻ ലൈന് പാരലായിട്ട് ന്യൂ റെഫറൻസ് ലൈൻ x1 y1 വരയ്ക്കുക. 7 ഫ്രണ്ട് വ്യൂ സെക്ഷൻ പോയിന്റ് നിന്നും x1 y1ലേക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഓരോ പോയിന്റിൽ നിന്നും XY ലൈനിന് ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ട്രൂ ഷേപ്പ് കിട്ടും. XY to 4 ഡാഷ് എന്ന് പോയ ലൈൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. കോൺ ആയതുകൊണ്ട് സെക്ഷൻ പോയിന്റ്സ് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ റീറ്റെയിൻ ചെയ്ത പോർഷൻ ഇതാണ്. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യുക.